ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ ഒരു പറവേനെ ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ആണ്, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പറവ വാങ്ങിച്ചത്. ഇത് മെയിലാണ്. പിന്നെ ഇത് ഇന്നാളെ എനിക്ക് ഒരു പ്രാവിനെ പരുന്ത് ഓട്ടിച്ച് കൊണ്ടുപോയി, പിന്നെ അത് കാണാനില്ലാതായപ്പോൾ ഒരു പറവേനെ വാങ്ങിച്ചതാണ്. ഇത് ഫീമെയിലാണ്. ഇതിനു വേണ്ടി ഒരു മെയിലും കൂടെ വാങ്ങിച്ചതാണ്. പിന്നെ ഫ്രണ്ട്സ്, എനിക്കിനി അടുത്ത് ജോഡിയാക്കാനുള്ള പ്രാവെന്ന് വെച്ചാൽ ഒരു കാലിൽ ബൂട്ടൊക്കെ ഉള്ള ഒരു പ്രാവാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കാലിൽ ബൂട്ടുള്ള പ്രാവ്. ഇതിൻ്റെ ഒരു ജോഡി വാച്ചിടണം എനിക്ക്. ജോഡിയില്ല, ഈ ഒരു ഫീമെയിൽ വാച്ചിടണം. ഇത് മെയിലാണ് എൻ്റെ ഇത് കിടക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഇത് ആദ്യമായിട്ട് ഒരു മുട്ട ഇട്ടിരുന്നു. അത് 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു മുട്ട ഇട്ടിരുന്നു. പിന്നെ അത് താറായി വീണ് തനിയെ പൊട്ടിപ്പോയി. പിന്നെ ഇതിൻ്റെ മെയിലെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ വരുന്നതാണ് മെയില്. ഇതാണ് ഞാൻ അന്ന് ഈ ബ്ലാക്കിൻ്റെ കൂടെ വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. പിന്നെ മറ്റേ ഇതുപോലത്തെ തന്നെ ഒരു ബ്ലാക്കിൽ വൈറ്റും കൂടെ ചേർന്ന ഒരു കളറുണ്ടായിരുന്നു. അത് ഒരു ഫീമെയിലായിരുന്നു. അതാണ് പരുന്ത് വന്ന് ഓട്ടിച്ച് പറന്നു പോയത്. പിന്നെ അത് ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ഈ പ്രാവിനാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നതിൻ്റെ അന്ന് 5 തൂവൽ വെട്ടിക്കൊടുത്ത് 2 ചിറകിൽ നിന്നും. അതുകൊണ്ട് ചെറുതായിട്ടില്ല, കുറച്ച് അത്യാവശ്യം പറക്കാനൊക്കെ വെക്കും ഇതിന്. പിന്നെ ഇതിനങ്ങനെ പറക്കാനൊന്നും നോക്കൂല, എന്ന് വെച്ചാൽ ചെറുതാണിത്. ഇത് കണ്ടിട്ടൊരു കുട്ടീനെ പോലെ ഉണ്ട്. വാങ്ങിച്ചപ്പോൾ അതുപോലെ തന്നെ ഒരു കുട്ടീനെ പോലെ ഉണ്ട്. പറന്നാലും ചെറുതായിട്ട് നമ്മളെ ചാടി പറക്കേ ഉള്ളൂ. ഇത് പക്ഷെ അല്ലാതെ അത്യാവശ്യം പൊക്കത്തിലൊക്കെ പറക്കും. പിന്നെ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ മണ്ടയിലൊക്കെ കയറി തനിയെ ഇരിക്കും. പിന്നെ ഈ പ്രാവിനെ കൊണ്ടുവന്നതിൻ്റെ ആദ്യത്തെ ദിവസം തുറന്നു വിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം തുറന്നു വിട്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നു, അത് കാണിച്ചു തരാം. ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പ്രാവിനെ വാങ്ങിച്ചിട്ട് 2ാമത്തെ ദിവസം തുറന്നു വിട്ടു. ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ആ പഴയ വലിയ മാടപ്രാവിൽ ഉള്ള ഒരു ആണ് ഇതിനെ എപ്പോഴും ഇട്ട് ഓട്ടിക്കുന്നുമുണ്ട്. ആഹാരം കഴിക്കാനൊന്നും സമ്മതിക്കില്ല. അതാണിത് മാറി നിൽക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഇതിന് പേടിയൊന്നും മാറിയിട്ടില്ല. കൊണ്ടുവന്നിട്ട് 2ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. അങ്ങനെ പേടിയൊന്നും മാറിയിട്ടില്ല. നമ്മളെ പ്രാവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അടുത്തുകൂടെ പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഓടിക്കളയും. പിന്നെ എൻ്റെ കിടക്കുന്ന ഈ മാട പ്രാവിലെ മെയില് ഇതിനെ കൊത്തി ഓട്ടിക്കുകയും ചെയ്യും. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് പോകുമ്പോൾ ഈ പ്രാവ് പേടിച്ചോടുന്നുമുണ്ട്. പിന്നെ ഈ മാട പ്രാവ് മെയില് ഇതിനെ നല്ലതായിട്ട് ഓട്ടിക്കുന്നുമുണ്ട്. ആഹാരം കഴിക്കാനൊന്നും സമ്മതിക്കില്ല. പിന്നെ ഇപ്പോഴാണ് പറക്കുന്നത് ചെറുതായിട്ട്, വലുതായിട്ടല്ല ചെറുതായിട്ട്. കണ്ട, ഇങ്ങനെയാണ് പറക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാവ്, ഈ പുതിയ പ്രാവിനെ ഇന്നലെ കണ്ടിട്ടില്ലായിരുന്നു. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഉടനെ ഒന്നും തുറന്നു വിടൂല. അങ്ങനെ ഏത് പ്രാവായാലും പിറ്റേ ദിവസമൊക്കെ വിടൂ. അങ്ങനെ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഏത് പ്രാവായാലും ഇങ്ങനെ കാണുമ്പം ഇങ്ങനെ കൊത്തിയൊക്കെ ഓട്ടിക്കും. പിന്നെ പയ്യെ ശീലമായിക്കോളും. അങ്ങനെയാണ് ഈ ഇപ്പോൾ കൊത്തി ഓട്ടിക്കണ ഈ പ്രാവ് നമ്മളെ ബ്ലാക്കിനെ അതുപോലെ ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇങ്ങനെ ബ്ലാക്കിനെയും കൊത്തൂല.